എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ പൂർത്തിയായി. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ മെയ് ആദ്യവാരം, അതായത് മെയ് 10-ാം തീയതിക്കകം പ്രസിദ്ധീകരിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം മെയ് 10-ാം തീയതിയോ അല്ലെങ്കിൽ അതിനു മുൻപോ ആയിട്ട്, അതായത് മെയ് ആദ്യത്തെ ആഴ്ചയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ടാബുലേഷൻ വർക്കുകളും അതുപോലെ തന്നെ മറ്റ് വർക്കുകളുമാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ റിസൾട്ട് മെയ് ആദ്യവാരത്തോടെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചതിന് 1 മണിക്കൂറിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്കുകൾ വരുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ചെക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് മെയ് 2-ാം വാരത്തോടെയാണ് അറിയാൻ സാധിക്കുക. അത് മെയ് 2-ാം വാരത്തോടെയോ അല്ലെങ്കിൽ ആദ്യ വാരത്തോടെയാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു മെയ് മാസമാണ്, അതായത് മെയ് ആദ്യമോ അല്ലെങ്കിൽ മെയ് 10-നുള്ളിലോ ആണ് റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊരു ഡേറ്റ് പറയുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ മറ്റ് ടാബുലേഷൻ വർക്കുകൾ, അതായത് നിങ്ങൾക്ക് ഇട്ട മാർക്കിനെ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വർക്കുകൾ ഇവയൊക്കെയാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇവയൊക്കെ ഏകദേശം മെയ് 10-നകം തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം മെയ് 10-ാം തീയതിയോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നതായിരിക്കും. സാധാരണ എല്ലാ വർഷവും ഏകദേശം 99% വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ വർഷം വിദ്യാർത്ഥികൾ ജയിക്കുക. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറവാകാനാണ് സാധ്യത. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ SSLC പരീക്ഷയിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സേപ്പ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ സേപ്പ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.